ഹോങ്കോങ്ങിലെ വോങ് ഫുക് കോട്ട് അപ്പാർട്ട്മെന്റിലെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇന്ന് ഒരു ദിവസം മുഴുവൻ പരിശ്രമിച്ചാൽ മാത്രമേ തീ കെടുത്താൻ കഴിയൂ എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. 44 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 279 പേരെ കാണാനില്ല എന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി വലുതാക്കുന്നു. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, ഹോങ്കോങ്ങിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീപിടുത്തങ്ങളിലൊന്നായാണ് ഇത് കണക്കാക്കുന്നത്. നിലവിൽ എന്താണ് സ്ഥിതിഗതികൾ? ഈ തീ ഏതെങ്കിലും വിധത്തിൽ നിയന്ത്രണ വിധേയമാക്കാൻ ഏതെങ്കിലും ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഇത്രയും പേരെ കാണാനില്ല എന്ന് പറയുമ്പോൾ വലിയൊരു ദുരന്തമാണോ ഹോങ്കോങ്ങിനെ കാത്തിരിക്കുന്നത്? ശ്രീജ, ഈ വോങ് ഫുക് കോർട്ട് അപ്പാർട്ട്മെൻറ്റ്, അതായത് 8 ബ്ലോക്കുകളായിട്ട് 2000 അപ്പാർട്ട്മെൻറ്റുകളാണ് ഈ ഒരു സമുച്ചയത്തിലുള്ളത്. ഇതിൽ ഇന്നലെ വൈകിട്ടോടെ തീ പടരുകയായിരുന്നു. അത് ഇന്ന് രാത്രിയോട് കൂടി ഇത് കെടുത്താൻ കഴിയൂ എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. അതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് ഇപ്പോഴും 300-ലധികം പേര് ഈ ഫ്ലാറ്റിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അത് സംബന്ധിച്ച് ഇന്ന് രാത്രിയൊക്കെ ഇത് മുഴുവനായി അണയ്ക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അവരുടെ ജീവനിലെ ആപത്ത് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയും. അങ്ങനെ ഇതൊരു ക്ലാസിഫൈഡ് ആയിട്ടുള്ള എ ലെവൽ ഫയർ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അതായത് ഏറ്റവും ഗുരുതരമായ അപകടകരമായ തീപിടുത്തങ്ങളെയാണ് ഹോങ്കോങ് അതോറിറ്റി എ ലെവൽ എന്ന് പറയുന്നത്. അത്തരത്തിലൊരു തീപിടുത്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അവിടുത്തെ അപ്പാർട്ട്മെൻറ്റിന് പുറത്തുള്ള ആളുകളുടെ അവരുടെ പരാമർശങ്ങൾ പുറത്തു വരുന്നു, അവരുടെ സംഭാഷണങ്ങൾ പുറത്തു വരുന്നു. തൻ്റെ ഭാര്യ അകത്തുണ്ട്, താൻ ഓമനിച്ച് വളർത്തുന്ന പട്ടിക്കുട്ടി അകത്തുണ്ട്. ഇതിനെയൊന്നും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇറങ്ങി ഓടിയ വെപ്രാളത്തിൽ അവരെ ഒന്നും കൂട്ടാൻ കഴിഞ്ഞില്ല. അവരൊക്കെ എവിടെയാണെന്നറിയില്ല, എന്താണ് അവരുടെ സാഹചര്യമെന്നറിയില്ല. അങ്ങനെ ഓരോരുത്തരും കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന വിവിധ വീഡിയോകൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. മാത്രമല്ല, ഇനി ഇവിടെ പോയി കിടക്കും. കാരണം ഈ ഹോങ്കോങ്ങിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ അവിടുത്തെ അപ്പാർട്ട്മെൻറ്റ് വീട് വയ്ക്കുന്നതിനെ സംബന്ധിച്ച്, ആളുകളുടെ താമസ സ്ഥലത്തെ സൗകര്യത്തെ സംബന്ധിച്ചൊക്കെ വലിയ രീതിയിൽ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശമായതുകൊണ്ടാണ് ഇത്ര വലിയ രീതിയിൽ അപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ആളുകളുടെ താമസ സൗകര്യങ്ങൾ മാറ്റുന്നത്. അങ്ങനെ മാറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വലിയ തീപിടുത്തം. കഴിഞ്ഞ 17 വർഷത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ തീപിടുത്തത്തിലാണ് ഇന്നലെ ഹോങ്കോങ് സാക്ഷ്യം വഹിച്ചത്. ഇന്നിപ്പോൾ 800ഓളം ഫയർ ഫൈറ്റർമാരാണ് അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്.